ജനങ്ങളുടെ മൊത്തം അഭിപ്രായത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന മനുഷ്യരൊരിക്കലും ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒന്നിച്ചു നിൽക്കാൻ പ്രയാസമാണ്. അവരെപ്പോഴും ഒരു സംസ്ഥാനമോ അല്ലെങ്കിൽ ഒരു രാജ്യമോ ഒരു സമൂഹമോ ഐശ്വര്യപൂർണ്ണമായി കെട്ടിപ്പടുക്കാൻ പല കക്ഷികളിൽ പെട്ട് നിൽക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആന്ധ്രയിലെ പരീക്ഷണം പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് കക്ഷികളോട് സഹകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രധാനമായി ഇടതുപക്ഷ സ്വഭാവമുള്ള രണ്ട് കക്ഷികൾ PSPയും RSPയുമായിരുന്നു. അപ്പോൾ PSPയോടും RSPയോടും സഹകരിക്കാനുള്ള മനോഭാവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു. എന്നാൽ PSPയും RSPയും സഹകരിക്കാൻ പറ്റാത്തവണ്ണം ഒരു മുന്നണി സംവിധാനത്തിലേക്ക് എത്താനുള്ള വഴി ഒരുക്കുന്നതിന് പകരം ഏതാണ്ട് ചർച്ചകളിൽ മുള്ളു കൊണ്ടിടുന്ന വിധം അമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മുന്നണി സംവിധാനം ഉണ്ടായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്നു. അന്ന് കേരള നിയമസഭയിലുണ്ടായിരുന്നത് 126 സീറ്റാണ്. ആ 126 സീറ്റിൽ ഒരു സീറ്റ് മഞ്ചേശ്വരത്ത് എതിർ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബാക്കി 125 സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാഭാവികമായി ഇന്നുള്ളതുപോലെ എല്ലായിടത്തും ഘടകങ്ങളോ ബഹുജന സംഘടനകളുടെ സ്വാധീനമോ ഒന്നും ഉള്ള കാലമല്ല. മലബാറിലെ മെമ്പർഷിപ്പാണ് തിരുക്കൊച്ചിയിലെ മെമ്പർഷിപ്പിനേക്കാൾ ലേശം കൂടുതൽ. എന്നാലും 2 മെമ്പർഷിപ്പ് കൂടി കൂട്ടിയാൽ ഒരു 25,000-ന് താഴെ നിൽക്കുന്ന മെമ്പർഷിപ്പാണ്. അത് വെച്ചാണ് സഹകരിക്കാൻ എത്ര പരിശ്രമിച്ചിട്ടും മറ്റു പാർട്ടികൾ തയ്യാറാകാതെ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ തോന്നി സമൂഹത്തിലെ മനുഷ്യർക്കിടയിൽ സ്വാധീനമുള്ള പലതരത്തിൽ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് സ്വതന്ത്രന്മാരെ കണ്ടെത്തണമെന്ന്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വതന്ത്രന്മാരെയും കൂടി കണ്ടെത്തി. ആ മത്സരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അരിവാൾ നെൽക്കതിർ അടയാളമായി അംഗീകരിച്ച് കിട്ടിയിരുന്നു. മത്സരത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി അച്യുതമേനോനാണ് സെക്രട്ടറി. തൃശ്ശൂർ ജില്ല കേരളത്തിൻ്റെ നടുക്കുള്ള ജില്ല എന്ന് മാത്രമല്ല, പനമ്പള്ളി ഗോവിന്ദമേനോനും കെ കരുണാകരനും കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ മത്സരിക്കുന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ആ ജില്ലയിലെ മത്സരം കടുത്തതായിരിക്കും. ആ മത്സരത്തിൽ അച്യുതമേനോൻ കൂടി മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചു. അച്യുതമേനോൻ ആ മത്സരത്തിൽ ചെന്ന് നിൽക്കുന്നതിൽ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പാർട്ടി തീരുമാനം നടപ്പാക്കാൻ എല്ലാ കാലത്തും ശ്രദ്ധിച്ച ഒരാളാണ് അച്യുതമേനോൻ. അതുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ അച്യുതമേനോൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട സീറ്റിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ അച്യുതമേനോൻ മത്സര രംഗത്തേക്ക് വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സെക്രട്ടറിയുടെ ചുമതല ഇലക്ഷൻ കാലത്ത് നിർവഹിക്കാൻ ഒരാളെ ആവശ്യമായി വന്നു. അങ്ങനെയാണ് ഇലക്ഷൻ കാലത്ത് സെക്രട്ടറിയുടെ ചുമതല നിർവഹിക്കാൻ സെൻട്രൽ കമ്മിറ്റിയിലെ അംഗമായ എമ്മനെ ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെയാണ് എമ്മൻ ഇലക്ഷൻ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആവുന്നത്. അപ്പോൾ എമ്മനാണ് ഒരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നത്. ആ മുദ്രാവാക്യമാണ് പിന്നെ പലതരത്തിൽ ചർച്ചയാവുന്നതും പലതരത്തിൽ ഗവേഷകർ ആ മുദ്രാവാക്യത്തിൻ്റെ പിന്നിലെ സ്വാധീനം അളക്കാനും തിട്ടപ്പെടുത്താനും ഒക്കെ പരിശ്രമിച്ചത്. ആ മുദ്രാവാക്യമാണ് നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും എന്ന മുദ്രാവാക്യം. ആ നമ്മളാണ് ഇതുവരെയുള്ള കേരള ചരിത്രത്തിലെ തിരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും ജനകീയവും ജനാധിപത്യപരമായ വാക്ക്. ആ നമ്മളിൽ എല്ലാം ഉണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനയിലെ വി പോലാണ്. ഈ നമ്മൾ സർവരെയും ഉൾക്കൊള്ളുന്ന ഒരു നമ്മളാണ്. ആ നമ്മൾ എമ്മൻ മുന്നോട്ട് വെച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുമെന്നല്ല എമ്മൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഇടതുപക്ഷം ജയിക്കുമെന്നല്ല എമ്മൻ പറഞ്ഞത്. എമ്മൻ പറഞ്ഞത് നമ്മൾ ജയിക്കും എന്നാണ്, നമ്മൾ ഭരിക്കും എന്നാണ്. ആ നമ്മൾ കേരളത്തിലെ എല്ലാ മനുഷ്യരും ഉൾപ്പെടുന്ന ഒരു നമ്മളാണ്. മനുഷ്യർ അത് വല്ലാത്ത വികാര വായ്പോടാണ് ഏറ്റെടുത്തത്. ആ നമ്മൾ ജയിക്കും എന്ന് എമ്മൻ പ്രഖ്യാപിക്കുമ്പോൾ, എമ്മൻ അതിനുവേണ്ടി പ്രചരണം നടത്തുമ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ വലിയ ശേഷിയൊന്നുമില്ല. ലോകത്താരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ജയിക്കും എന്ന് വലുതായി വിശ്വസിച്ചില്ല. ചിലരെങ്കിലും ചർച്ച ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കും എന്ന് വിശ്വസിച്ചില്ല. കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 57-ലെ സെക്രട്ടറി സഖാവ് KS ആനന്ദനാണ്. ആലപ്പുഴയിലെ സെക്രട്ടറി സഖാവ് VS അച്യുതാനന്ദനുമാണ്. അപ്പോൾ കൊല്ലത്ത്
EMSും എമ്മനും AKGയും പുന്നൂസും എല്ലാം പലയിടത്തായി കേരളത്തിലെ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാനുള്ള ഒരു പരിപാടി തയ്യാറാക്കിയത് നടപ്പാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പരിപാടിക്ക് ഇത്തരം നേതാക്കന്മാർ വരുമ്പോൾ അവരെ കൊണ്ടുപോയി തിരിച്ച് ട്രെയിനിൽ പിറ്റേന്ന് രാവിലെ ടിക്കറ്റ് എടുത്ത് കയറ്റിവിടേണ്ട ഉത്തരവാദിത്വം ജില്ലാ സെക്രട്ടറിമാർക്കാണ്. അപ്പോൾ കൊല്ലത്ത് 2 പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാൻ 57-ലെ തെരഞ്ഞെടുപ്പ് കാലത്ത് EMS വന്നു. അപ്പോൾ EMSനെ കൊണ്ടുപോയി ആ 2 യോഗങ്ങളിൽ പ്രസംഗിച്ച് വൈകിട്ട് കൊണ്ടുവന്ന് കൊല്ലത്തെ ഒരു ലോഡ്ജ് മുറിയിൽ കിടത്തി അദ്ദേഹത്തിന് ആഹാരവും മേടിച്ചു കൊടുത്ത് പിറ്റേന്ന് രാവിലെ EMSനെ തിരിച്ച് ട്രെയിനിൽ കയറ്റി വിടേണ്ടത് KS ആണ്. അപ്പോൾ KS കൊണ്ടുവന്ന് ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് വന്ന് ലോഡ്ജിൽ കിടക്കുമ്പോൾ ഒരു കട്ടിലിൽ EMSും ഒരു കട്ടിലിൽ KSും കിടക്കുകയാണ്. KSന് ഒരുപാട് ആകാംക്ഷയുണ്ട്. കാരണം നമ്മൾ ജയിക്കുമെന്ന് കേരളത്തിൽ എമ്മൻ പറഞ്ഞതൊരു ചർച്ചയാവുകയാണ്. അപ്പോൾ EMSനെ പോലെ കേരളത്തിൽ മുഴുവൻ സഞ്ചരിക്കുന്ന ആളിനോട് നമ്മൾ ജയിക്കുമോ എന്ന് ആകാംക്ഷയോടെ ചോദിക്കാനുള്ളൊരു കൊതി KSനുണ്ട്. അപ്പോൾ CMSനോട് ചോദിച്ചു, നമ്മൾ ജയിക്കുമോ സഹാവി? സാവ് എല്ലായിടത്തും പോയല്ലോ. അപ്പോൾ EMS KSനോട് പറഞ്ഞത്, KS പിന്നെ പാർട്ടി കമ്മിറ്റികളെല്ലാം പറഞ്ഞു, EMS KSനോട് പറഞ്ഞത്, നമ്മൾ ജയിക്കും എന്ന് എമ്മൻ പറഞ്ഞു നടന്നാൽ കൊള്ളാം. അപ്പോൾ എമ്മനാണ് പറഞ്ഞു നടക്കുന്നത്. എമ്മൻ ആ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ജയിക്കുമോ തോൽക്കുമോ എന്നല്ല, ജയിപ്പിക്കണമെന്നുള്ളൊരു മോഹം ഈ അടി കൊണ്ടാണ്. അടവുടിപ്പുലകളിൽ കിടക്കുന്ന, കേസുകളിൽപ്പെട്ട, പരാധീനതകളുള്ള, കമ്മ്യൂണിസ്റ്റുകാരനോടൊത്തുനിന്നതിൻ്റെ പേരിൽ പല വിധത്തിലുള്ള ത്യാഗങ്ങൾ സഹിച്ച, ജീവിതത്തിൻ്റെ ഒരുപാട് നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങിയ മനുഷ്യരെല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സാധാരണക്കാർ നിറയെയുള്ള ഒരു കാലത്ത് അവരെ നോക്കിയാണ് എമ്മൻ പറഞ്ഞത്, നമ്മൾ ജയിക്കുമെന്ന്. നമ്മൾ ജയിക്കും എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരാഹ്ലാദത്തിൻ്റെ ആരവമുണ്ട്. അവനവൻ്റെ വേദനകൾ മറക്കുന്ന ഒരു തിരയുണ്ട്. അവൻ വിജയത്തിൻ്റെ ഒരു കടലിൽ വീഴുന്ന ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നമാണ് എമ്മൻ ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനാണ് ഫലമുണ്ടായത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ ജയിച്ചു. കേരളത്തിൽ 60 സീറ്റിൽ അരിവാൾ നിൽക്കതടയാളത്തിൽ മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളും 5 സീറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണയ്ക്കുന്ന സ്വതന്ത്രന്മാരും ജയിച്ചു. കേരളത്തിൽ ആദ്യമായി, പിന്നെ അവസാനവുമായി ഒരു പാർട്ടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലെത്തുകയാണ്. ആ അത്ഭുതം സംഭവിച്ചപ്പോഴാണ് ലോകം അക്ഷരാർത്ഥത്തിൽ വല്ലാതെ ഞെട്ടിപ്പോയത്. അതിനെക്കുറിച്ച് പഠിക്കാൻ ലോകത്തെവിടെ നിന്ന്, ഇവിടെ മാത്രമല്ല, ന്യൂയോർക്കിലെ പത്രങ്ങളും ലണ്ടനിലെ പത്രങ്ങളും മോസ്കോയിലെ പത്രങ്ങളും പീക്കിങ്ങിലെ പത്രങ്ങളും ഫ്രാൻസിലെ പത്രങ്ങളും ഇന്ത്യയിലെ പത്രങ്ങളും ഈ അത്ഭുതത്തെ, അതായത് പണമില്ല, പദവിയില്ല, ജന്മികൂടയില്ല, ജാതിയില്ല, മതനേതാക്കന്മാരില്ല, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സംവിധാനത്തെ സഹായിക്കുന്ന ഘടകങ്ങളൊന്നുമില്ല. ആ ഘടകങ്ങളൊന്നുമില്ലെങ്കിലും എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഈ ഘടകങ്ങളെല്ലാം സ്വാധീനം ചെലുത്തുന്ന ഒരു സംവിധാനത്തിൽ ഇതിനെയെല്ലാം അതിജീവിച്ച് മറികടന്ന് ഒരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്? തീർച്ചയായിട്ടും അതിന്നും ലോകത്തിലെ ഒരു പാഠഭാഗമാണ്. ഇന്നത്തെ പാഠഭാഗത്തിലെ വലിയൊരു പ്രത്യേകത, അന്ന് വിജയം വരിക്കാൻ കഴിഞ്ഞ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിലെ നേതാക്കന്മാർ ഞാൻ പറഞ്ഞു, അവർ 35 പേരും മരിച്ചുപോയി. അന്നുള്ളവർ മിക്കവാറും പ്രവർത്തകരും മരിച്ചുപോയി. ആ തലമുറ തന്നെ പോയി. എന്നാലും ആ നിക്ഷേപം ഇപ്പോഴും കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സുകളിൽ ബാക്കിയാണ്. എന്തുകൊണ്ട് ഇവിടെ മാത്രം ബാക്കിയായി? എന്തുകൊണ്ടത് ബംഗാളിൽ ബാക്കിയായില്ല? എന്തുകൊണ്ടത് ത്രിപുരയിൽ ബാക്കിയായില്ല? എന്തുകൊണ്ടത് ബീഹാറിലും UPയിലും ബാക്കിയായില്ല? ഇവിടെ എന്തുകൊണ്ട് ബാക്കിയായി എന്ന് ആലോചിക്കുമ്പോഴാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയ രീതി, ജനാധിപത്യത്തിൻ്റെ സാധ്യതകളെ അവരുപയോഗിച്ച സംവിധാനം കൂടുതൽ പഠനാർഹമാകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് പഠനാർഹമാകുന്നത് ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലൊട്ടാകെ ഈ ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റായ ഈ മാനസികാവസ്ഥ പഠനാർഹമായ ഒരു കാര്യമാണ്.